സിന്ധു നദീജല കരാർ ഇന്ത്യ നിർത്തിവച്ചതിൽ ആദ്യം പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ചെങ്കിലും ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ആണവ ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷലാണെങ്കിലും ലക്ഷണമൊത്തൊരു ഭീകരവാദിയാണ് അവിടെയുള്ള അസീം മുനീർ എന്ന് പറയുന്ന വ്യക്തി. അയാൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിച്ച് ഇന്ത്യയെ തകർക്കുമെന്ന് പറയുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ അസീം മുനീർ അമേരിക്കയുടെ ബലത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് അയാൾ പറഞ്ഞതെന്ന് നോക്കാം. അതായത് പാക് സൈനിക മേധാവി അമേരിക്കയിൽ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ അത്താഴ നയതന്ത്രം ലോകത്തിനുള്ള സന്ദേശം എന്നുള്ള രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ മുങ്ങിയാൽ നമ്മൾ ലോകത്തെ മുക്കും എന്നാണ് അസീം മുനീർ പറയുന്നത്. ട്രംപിൻ്റെ താരിഫുകളുടെ ആഘാതം, ഇന്ത്യയിൽ നിന്നുള്ള റദ്ദാക്കിയ ഓർഡറുകൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ കൊടുക്കാനുള്ള ഒരു നീക്കമാണ് അവിടെ നടക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. തിരുപ്പൂരിലെ തുണി വ്യവസായത്തിന് 6000 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുകൊണ്ട് സംഭവിച്ചതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായിരുന്നാലും ട്രംപിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള വിസകൾ 28% കുറഞ്ഞു. അതേസമയം പാകിസ്ഥാനികൾക്കുള്ള വിസകൾ 28% വർദ്ധിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇന്ത്യക്ക് നേരെ ട്രംപിൻ്റെ ചുവന്ന കണ്ണാണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാന് നേരെ ചുവന്ന പരവതാനിയാണ് വന്നിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൻ തീരുവ ചുമത്തി രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയ ശേഷം അദ്ദേഹം ആദ്യം ഒരു വ്യാപാര കരാറുമായി ഇന്ത്യയുമായി ചർച്ചകൾ ആരംഭിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. വ്യാപാര കരാറിൽ കൃഷിയും ക്ഷീര വ്യവസായം തുറക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതും അമേരിക്കയ്ക്ക് കീഴടങ്ങാത്തതും ട്രംപിൻ്റെ അഹങ്കാരത്തെയാണ് വ്രണപ്പെടുത്തിയത്. അതുകൊണ്ട് US പ്രസിഡന്റ് ഇപ്പോൾ പാകിസ്ഥാനെയും അതിൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെയും ഇന്ത്യയെ ഉപദ്രവിക്കാൻ തൻ്റെ പക്ഷത്ത് നിർത്തിയിരിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് മുഴുവൻ ലോകത്തെയും അപകടത്തിലാക്കും. ഞായറാഴ്ച ലോകത്തിന് ഇതിന് തെളിവുകൾ ലഭിച്ചു. പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ അമേരിക്കൻ മണ്ണിൽ നിന്ന് ആണവ ആക്രമണം നടത്തുമെന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി. നമ്മൾ മുങ്ങും, നമ്മളോടൊപ്പം ലോകത്തിൻ്റെ പകുതിയും മുക്കുമെന്നാണ് അസീം മുനീർ പറഞ്ഞത്. മറുവശത്ത് ട്രംപ് ഇന്ത്യക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാന് മേലുള്ള തീരുവ കുറയ്ക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ അപമാനകരമായിട്ടുള്ള പരാജയം നേരിട്ടെങ്കിലും പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ പെരുമാറ്റത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വീണ്ടും ഇന്ത്യയെ ആണവ യുദ്ധഭീഷണി മുഴക്കിയിട്ടുണ്ട്. അബോട്ടാബാദിൽ അൽ ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനെ US സൈന്യം കൊലപ്പെടുത്തിയതിനെ തുടർന്ന് വഷളായ US പാകിസ്ഥാൻ ബന്ധം ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ വീണ്ടും ഊഷ്മളമായി വരികയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയെ ഒരു വ്യാപാര കരാറിൽ ഒപ്പിടാൻ ബോധ്യപ്പെടുത്തുന്നതിൽ US പ്രസിഡന്റ് ട്രംപ് പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ ബദ്ധശത്രുവായ പാകിസ്ഥാനെ തന്റെ പക്ഷത്ത് നിർത്തി അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇന്ത്യക്ക് ആണവ ഭീഷണി ഉയർത്താൻ അസീം മുനീറിനെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഭാവിയിൽ ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടാവുകയും പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുകയും ചെയ്താൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ഞങ്ങളൊരു ആണവ രാഷ്ട്രമാണ്. നമ്മൾ മുങ്ങുകയാണെന്ന് തോന്നിയാൽ നമ്മളോടൊപ്പം ലോകത്തിൻ്റെ പകുതിയും മുക്കും എന്ന് വ്യവസായി അദ്നാൻ അസദ് അമേരിക്കയിലെ ടാംബയിൽ സംഘടിപ്പിച്ച അത്താഴം വിരുന്നിൽ അസീം മുനീർ പറഞ്ഞിരിക്കുകയാണ്. ഇതിനു പുറമെ ഇന്ത്യ റദ്ദാക്കിയ സിന്ധു നദീജല കരാറിനെ കുറിച്ച് മുനീർ സംസാരിച്ചു. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം കാരണം പാകിസ്ഥാനിൽ 25 കോടി ആളുകൾ പട്ടിണി നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനുശേഷം 10 മിസൈൽ ആക്രമണം നടത്തി ഞങ്ങൾ ആ അണക്കെട്ടിനെ തകർക്കുമെന്നാണ് അസീം മുനീർ പറയുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ മിസൈലുകൾക്ക് ഒരു കുറവുമില്ല എന്നും അസീം മുനീർ പറയുന്നു. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള പ്രകോപനമാണ് ഇപ്പോൾ അസീം മുനീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.